ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീഞ്ചട്ടിയിലോട്ട് 1 കപ്പ് അവലിട്ട് കൊടുത്തിട്ടുണ്ട്. അവൽ ഏത് അവലായാലും, വെള്ളവൽ തന്നെ വേണമെന്നില്ല, ഏത് അവലായാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിൽ നമ്മൾ എണ്ണയൊന്നും ചേർക്കാതെയാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഈ ഒരു പലഹാരം. അപ്പോൾ ഇതാ നമ്മൾ അവൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിൽ നിന്നും പെട്ടെന്ന് തന്നെ ഒരു പരന്ന പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. കാരണം ആ പാനിൽ തന്നെ ഇരുന്ന് കഴിയുമ്പോൾ അത് ആ ചൂടിൽ ഇരുന്നിട്ട് ചിലപ്പോൾ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പരന്ന പാത്രത്തിൽ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. അതിനുശേഷം ആ സെയിം പാനിലോട്ട് തന്നെ ഒരു 10 കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അതൊന്ന് വറുത്തെടുത്താൽ മതി. അങ്ങനെ നമ്മൾ അവലും കാഷ്യൂനട്ടും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അത് രണ്ടും ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും അതുപോലെ അവലും നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് മൊരിഞ്ഞിട്ട് വേണം നമ്മുടെ ഈ ഒരു അവൽ വറുത്തെടുക്കാനായിട്ട്. കണ്ടില്ലേ, നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ തിരുമ്പുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരു പരുവം വേണം നമ്മുടെ അവലിനെ. അപ്പോൾ ഇനി നമുക്കിത് ഈ കാഷ്യൂനട്ടും അവലും ഒരു മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. പിന്നെ കാഷ്യൂനട്ടിൻ്റെ എണ്ണം നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം, അത് അത്രയും ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ 10 എണ്ണയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എണ്ണം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അവലും കാഷ്യൂനട്ടും ചെറിയ ഗ്രൈൻഡറിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ അവലും കാഷ്യൂനട്ടും പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ അതൊരു പാത്രത്തിലാക്കി മാറ്റി വയ്ക്കുക. അതിനുശേഷം മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് 3/4 കപ്പ് നാളികേരം ചിരകിയതും 1/4 കപ്പ് ശർക്കര ഗ്രേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ശർക്കര പൊടി ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ നന്നായി അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും അതുപോലെ അവലിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, ആ പൊടി കൂടി ചേർത്തിട്ട് കുറച്ച് മതി, മുഴുവനായിട്ട് ചേർക്കണമെന്നില്ല, കുറച്ച് പൊടി കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആ നാളികേരവും ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരും. അപ്പോൾ ഇതാ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ടും നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടിൻ്റെയും അവലിൻ്റെയും മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആ മുഴുവൻ നാളികേരവും ശർക്കരയൊക്കെ അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം ചേർത്തിട്ട് ആ പൊടിയിൽ നന്നായി ഒന്ന് കൂട്ടി തിരുമ്പിയെടുക്കണം. അപ്പോൾ ആ നാളികേരത്തിൻ്റെ ആ ഒരു നനവിൽ ആ പൊടിയൊക്കെ നന്നായിട്ട് കുതിർന്ന് നന്നായി യോജിച്ച് വരും. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എല്ലാം നന്നായി യോജിക്കുന്നതിൽ, ആ ശർക്കരയൊക്കെ നന്നായിട്ട് യോജിക്കുന്ന വിധത്തിൽ കുഴച്ചെടുക്കുക. അങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കതിൽ നിന്നും കുറേശ്ശെ മാവെടുത്ത് കയ്യിൽ വെച്ച് നന്നായി ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതാ ഒരു ലഡു അല്ലെങ്കിൽ ഒരു ഉണ്ട ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവലുണ്ട നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമുക്ക് ചായയുടെ കൂടെ, കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്, വെറുതെ കഴിക്കാനും സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഈ ഒരു 4 മണി പലഹാരം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.